നാഭാഗന് തൻ്റെ ഏട്ടന്മാർക്കൊക്കെ അച്ഛൻ ഭാഗം വെച്ച് കൊടുത്തു എല്ലാം. അയാൾ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അയാൾക്കുള്ള ഒന്നുമില്ല. അച്ഛാ എനിക്ക് എന്താ ഉള്ളത് ചോദിച്ചു. പണ്ട് ചേരമാൻ പെരുമാൾ സാമൂതിരി മാനിച്ചനും വിക്കരനും ഒരുടഞ്ഞ വാളും ഒരുടഞ്ഞ ശംഖും കോഴി കൂവിയാൽ കേൾക്കണ വലിപ്പമുള്ളൊരു ചെറിയ സ്ഥലവും കൊടുത്തിട്ട് ഇനി വെട്ടിയും ചത്തും കൊന്നും പിടിച്ചോവർ കൊടുത്തിട്ടാണ് സാമൂതിരിമാരുണ്ടായത് പറയും. അതുപോലെ ഇവിടെ അച്ഛൻ പറഞ്ഞു, അതെ ഇന്ന സ്ഥലത്തൊരു യാഗം കഴിഞ്ഞിട്ടുണ്ട്, യാഗം നടക്കുന്നുണ്ട്, അവിടെ ഇന്ന ഭാഗം വരുമ്പോൾ ആ മുനിമാർക്ക് അവിടെ ചെല്ലേണ്ട മന്ത്രം തോന്നില്ല. ആ മന്ത്രം ഇതാണ്, നീ കാണാപ്പാടം പഠിച്ചോ, നീ അവിടെ ചെന്ന് കൈകെട്ടി നിൽക്കുക. അവർ മന്ത്രം കിട്ടാണ്ട് തപ്പുന്ന സമയത്ത് എനിക്കറിയാം അവർ പറഞ്ഞു കൊടുക്കുക. അതിന് പകരമായിട്ട് അവർ നിനക്ക് ആ യാഗം കഴിഞ്ഞ് പോകുമ്പോഴുള്ള മുഴുവൻ പൈസയും നിന്നെ ഏൽപ്പിച്ചിട്ട് പോകും. അതാണ് എനിക്ക് നിനക്ക് തരാനുള്ളവർ. നമ്മൾ പറയില്ലേ, നീ ഇത് വിറ്റിട്ട് എന്താ വെച്ചാൽ എടുത്തോ പറയണ മാതിരിയാണത്. അപ്പോൾ ഇവിടെ മന്ത്രമാണ് കൊടുത്തത്. അപ്പോൾ നാഭാഗൻ അവിടെ പോയിട്ട് നിന്നു. കറക്റ്റ് സമയമായപ്പോൾ ഹവിസ് ഹോമിക്കേണ്ട സമയമായപ്പോൾ മന്ത്രം അറിയില്ല. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഉടനെ മന്ത്രം പറഞ്ഞു കൊടുത്തു. അവർ അവിടെ നിൽക്കൂട്ടോ, കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോകുമ്പോൾ അവർ കൊണ്ടുവന്ന സകല സാധനങ്ങൾ, പാത്രങ്ങൾ എല്ലാം, യാഗത്തിൻ്റെ ബാക്കിയുള്ള എന്തൊക്കെയുണ്ടോ പൈസ സകലതും കൊടുത്തു. യുധിഷ്ഠിരൻ അങ്ങനെ ഒരു യാഗത്തിൻ്റെ ബാക്കി കൊണ്ടാണ് രാജസൂയം ചെയ്തത്. അതിൻ്റെ കുഴപ്പമാണ് പിന്നെ കണ്ടത്. അതുപോട്ടെ. അപ്പോൾ ഈ ഇതൊക്കെ കെട്ടിപ്പെറുക്കി മൂപ്പര് അവിടുന്ന് പോവുകയാണ്. നാഭാഗൻ അവിടുന്ന് സ്വത്ത് കിട്ടി പറഞ്ഞ് പോകുമ്പോൾ ഒരാൾ കൈകൊട്ടി വിളിക്കണം. നോക്കുമ്പോൾ കറുത്ത് മെലിഞ്ഞിട്ട് ദീർഘനായിട്ട് ആൾ നിൽക്കണം. അതൊക്കെ എൻ്റെയാണ്, താനങ്ങടെ എടുത്തിട്ട് പോകണമെന്ന് ചോദിച്ചു. അങ്ങാരാ? ഞാൻ രുദ്രനാണ്. ഏത് യാഗത്തിൻ്റെ അവസാനം അവശേഷിക്കണമൊക്കെ എനിക്കാ. അതെ അല്ലേ, എന്നാ അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഭഗവാൻ ഭയങ്കര സന്തോഷമായി, സത്യസന്ധത കണ്ടിട്ട് മുഴുവൻ കൊടുത്ത് അനുഗ്രഹിച്ചു. അവൻ്റെ വംശത്തിലാണ്, ആ മഹാത്മാവായിട്ടുള്ള നാഭാഗൻ്റെ വംശത്തിൽ, മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടിയ ആ നാഭാഗൻ്റെ വംശത്തിലാണ് മഹാഭക്തനായിട്ടുള്ള അംബരീഷൻ ജനിക്കണത്.